ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ചെമ്മീൻ നാടൻ കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നല്ല പച്ച തേങ്ങയൊക്കെ അരച്ച് അതിലേക്ക് ഞാൻ ഒരു 250 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി ഒന്ന് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം. കടുകും ഒന്ന് നന്നായിട്ട് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയും കടുകും കൂടെ നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിതിലേക്ക് ഒരു 10 to 12 ചെറിയ ഉള്ളി, 3-4 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചെറിയ ഒരു തക്കാളിയുടെ പകുതി, ഒരു ചെറിയ കുടംപുളിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നമുക്കിത് അടച്ചു വെച്ചാണ് വേവിക്കേണ്ടത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇത് നന്നായിട്ടൊരു 2 to 3 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇത് അതൊന്ന് കുക്കായി വരുന്ന സമയത്തേക്ക് നമുക്കിതിലേക്ക് ഒരു അരപ്പും കൂടി ചേർക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ്സ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഞാനതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെമ്മീൻ വാലോടുകൂടി തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വാല് ഞാൻ മാറ്റിയിട്ടില്ല. അപ്പം അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കുന്നില്ല, കാരണം ചെമ്മീൻ വേകുന്ന സമയത്ത് തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങും. അപ്പോൾ ആ ഒരു വെള്ളം മാത്രം മതി ചെമ്മീൻ നന്നായിട്ട് കുക്കായി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിക്കണം. മൂടി വെച്ച് വേവിക്കുന്നത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെയാണ്. ഒരു 3 മിനിറ്റ്സോളം ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. ആ സമയത്ത് ഒരു അരപ്പുണ്ടാക്കിയെടുക്കാം. അതിലേക്ക് ഞാനൊരു മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു പിടി തേങ്ങ ചിരകിയത്, 3-4 ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ, അതൊരു സ്പൂൺ, അതുപോലെ തന്നെ ഒരു 1/4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ സമയം നമുക്ക് ചെമ്മീൻ്റെ വേവ് എന്തായെന്നൊന്ന് നോക്കാം. ഒന്ന് മൂടി തുറന്ന് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇപ്പം തന്നെ ചെമ്മീനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ചെമ്മീൻ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്നും കൂടി ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ആ സമയം കൊണ്ട് തേങ്ങ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല മഷി പരുവത്തിൽ തേങ്ങയൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് മൂടി ഒന്ന് തുറന്ന് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ തേങ്ങയുടെ കൂട്ടും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് മുരിങ്ങക്കോല് വേണമെങ്കിൽ ചേർക്കാം, അതുപോലെ തന്നെ പച്ച മാങ്ങ ചേർക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇപ്പം ഞാനതൊന്നും ചേർത്തിട്ടില്ല. ഇവിടെ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു സമയത്ത്. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വീണ്ടും ഒരു 2 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം 2 മിനിറ്റ്സിന് ശേഷം. അതിനുശേഷം നമുക്കിതിലേക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ലാസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതാണ് ഈ കറിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്, പച്ച വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ചെമ്മീൻ കറിയാണിത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്, നാടൻ കറിയാണ്. ചോറിന് വളരെ ബെസ്റ്റായിരിക്കും ഈ കറി. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക.